ഗുഡ് ഈവനിങ് ട്രേഡേഴ്സ്, ഗുഡ് ഈവനിങ് ഇൻവെസ്റ്റേഴ്സ്. ദിസ് ഇസ് സിയാദ് ഇല്ലിക്കൽ. ഇന്നത്തെ മാർക്കറ്റ് സിക്സാക്ക് മാർക്കറ്റാണ്. മാർക്കറ്റ് 25,300 പോയി, ഏകദേശം 300 പോയിന്റിലധികം റാലി രേഖപ്പെടുത്തിയ മാർക്കറ്റ്. 900 പോയിന്റ് അടുത്ത് റാലി രേഖപ്പെടുത്തിയ സെൻസെക്സ് വീണ്ടും കുത്തനെടിഞ്ഞു. രാവിലെ നമ്മൾ കണ്ടത് ട്രംപ് ഇവരുടെ യുദ്ധം മാറിയെന്ന് അവകാശപ്പെട്ടു. വേണമെങ്കിൽ ഉക്രൈൻ റഷ്യ വാറും മാറിയെന്ന് അവകാശപ്പെടാം എന്ന് പുള്ളി പറയുന്നുണ്ട്, അല്ലെങ്കിൽ കഴിഞ്ഞ ആഴ്ച പറഞ്ഞിട്ടുള്ളതാണ് സെയിം പ്രസ്താവന. പിന്നീട് ട്രംപ് അതിൽ നിന്ന് കൈകഴുകി മാറി. ഇപ്പോഴും ഈ ഒരു പ്രസ്താവനയും അത് തന്നെയാണ് നമ്മൾ കാണുന്നത്. കാരണം വീണ്ടും സീസ് ഫയർ എല്ലാം തന്നെ ബ്രേക്ക് ചെയ്ത് ഇസ്രായേൽ ഇറാൻ അവരുടെ ഭാഗത്തുനിന്നുള്ള ആക്രമണം ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ട്രംപിൻ്റെ ഈ ഒരു പ്രസ്താവന കാരണം മാർക്കറ്റിൽ ഇന്ത്യൻ മാർക്കറ്റിൽ വെറുതെ ഒരു റാലി രേഖപ്പെടുത്തി പിന്നീട് ആ പോയിന്റുകളെല്ലാം തന്നെ ചോർന്നു പോയിട്ടുണ്ട്. പക്ഷെ ആ ഒരു ഫിയറിന് ഒരു കുറവ് വന്നിട്ടുണ്ടെന്ന് കാണാൻ സാധിക്കും. കാരണം ഇന്ന് ഡിഫൻസ് സ്റ്റോക്കുകൾ ഇടിവ് രേഖപ്പെടുത്തി, ക്രൂഡ് പ്രൈസ് ഇടിവ് രേഖപ്പെടുത്തി. ക്രൂഡ് പ്രൈസ് ഇടിവ് രേഖപ്പെടുത്തിയത് കൊണ്ട് നമ്മളുടെ ഇൻഡിഗോ ഉൾപ്പെടെയുള്ള കമ്പനീസിനും പെയിൻ കമ്പനീസിനും ഗുണകരമായി. അപ്പോൾ ഈ ഒരു യുദ്ധം മാറി എന്നുള്ള കാരണം കൊണ്ട് ഡിഫൻസ് സ്റ്റോക്കുകളിൽ കനത്ത ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് കണ്ടു. നിഫ്റ്റിയുടെ ചാർട്ട് കണ്ടാൽ നമുക്ക് മനസ്സിലാവും എത്രമാത്രം സിക്സാക്കാണ് ഇന്നത്തെ മാർക്കറ്റ് എന്നത്. നിഫ്റ്റിയുടെ ചാർട്ട് നമുക്ക് കാണാം. മാർക്കറ്റ് ഗ്യാപ്പ് അപ്പിൽ ഓപ്പൺ ചെയ്തു, 25,300 ഹൈ ക്രിയേറ്റ് ചെയ്തു. പിന്നീട് സഡൻ ഫോള് 352 പോയിന്റ് ഫോള് 25,071 ക്ലോസ് നടത്തി. അപ്പോൾ 25,000 മുകളിൽ മാർക്കറ്റിനെ സസ്റ്റെയിൻ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ശുഭകരമായിട്ട് നമുക്ക് വേണമെങ്കിൽ റീഡ് ചെയ്യാം. ഗ്ലോബൽ മാർക്കറ്റ് നമുക്ക് പരിശോധിക്കാം. ഏറ്റവും താഴെ ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന 3 യൂറോപ്യൻ മാർക്കറ്റും വളരെ വലിയ രീതിയിലുള്ളൊരു പോസിറ്റീവാണ്. ഇന്ത്യ വിക്സ് കാണാം, അതിന് മുകളിൽ 3.7% ക്രാഷായി. ഡോ ഫ്യൂച്ചർ പോസിറ്റീവാണ്, ജപ്പാൻ മാർക്കറ്റ് പോസിറ്റീവാണ്, കൊറിയ ചൈന പോസിറ്റീവാണ്, ഓസ്ട്രേലിയ പോസിറ്റീവാണ്. ഗോൾഡ് $43 per ounce ഇടിഞ്ഞു. ഏറ്റവും ടോപ്പിലേക്ക് പോകുകയാണെങ്കിൽ ബിറ്റ്കോയിൻ $4,000 ഉയർന്നു. ബിറ്റ്കോയിനിലും ശക്തമായ രീതിയിലുള്ളൊരു സിക്സാഗ്. ഏറെക്കുറെ സ്റ്റേബിൾ ആയിട്ടുള്ള ഗോൾഡും 43 പോയിന്റിൻ്റെ ഒരു ഇടിവ്. ബ്രന്റ് ഓയിലും ഇന്ന് ഏകദേശം 3% ഒരു ഇടിവ്. യുദ്ധ സാഹചര്യങ്ങളിൽ പൊസിഷൻസ് എല്ലാം തന്നെ ഓവർനൈറ്റ് വെക്കുമ്പോൾ ഇന്ന് നമുക്ക് ഇത്ര അധികം ഗ്യാപ്പ് അപ്പിൽ വന്നപ്പോൾ മാർക്കറ്റിനെ ഷോർട്ട് ചെയ്ത് എത്ര ആളുകൾ നഷ്ടം വരുത്തി കാണണം. അതല്ലെങ്കിൽ മാർക്കറ്റ് വീണ്ടും മുകളിലേക്ക് പോകുമെന്നുള്ള ധാരണയിൽ ബൈ ചെയ്തപ്പോൾ 352 പോയിന്റാണ് നിഫ്റ്റിയിൽ നിന്ന് ഫോൾ ആയിട്ടുള്ളത് ഇന്നത്തെ ഹൈയിൽ നിന്ന്. അപ്പോൾ അപ്പോഴും ആളുകൾക്ക് നഷ്ടപ്പെടുത്തി കാണണം. വളരെ സ്മാർട്ടായിട്ടുള്ള ട്രേഡേഴ്സിന് ഇതൊരു ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റിയാണ്. അല്ലാത്ത ആളുകൾക്ക് ഇതൊരു പ്രശ്നമുള്ള ഒരു മാർക്കറ്റാണ്. അതിൽ നിങ്ങൾ ഏതാണ് എന്നുള്ളത് കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഈ ട്രെയിനിങ് സെൻറ്ററിൽ വെച്ച് ഇപ്പോൾ ഒരു വീഡിയോ ചെയ്തിട്ട് കുറച്ച് ദിവസങ്ങളായി. കഴിഞ്ഞ ദിവസം ഇവിടെ ഓഫ്ലൈൻ ക്ലാസ് ഒക്കെ നടന്നിരുന്നു, ഓപ്ഷൻ്റെ ഓഫ്ലൈൻ ക്ലാസ് നടന്നിരുന്നു. അപ്പോൾ ഇവിടെ വന്ന് പഠിക്കാൻ എന്താ ആളുകൾക്ക് പഠിക്കാം. അതല്ലെങ്കിൽ ഓൺലൈനായിട്ടും നിങ്ങൾക്ക് ലോകത്തിൻ്റെ ഏത് കോണിലിരുന്ന് വേണമെങ്കിലും പഠിക്കാനുള്ള അവസരമുണ്ട്. ഫസ്റ്റ് കമൻറ്റിൽ നമ്പർ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു SL നമുക്ക് നഷ്ടമാകുന്ന തുകക്ക് നിങ്ങൾക്ക് കോഴ്സ് പഠിക്കും. അല്ലാതെ വലിയ ഫീസ് കൊടുത്തൊന്നും പഠിക്കേണ്ട കാര്യമില്ല. അതിൽ കാരണം എല്ലാ ആളുകളും പഠിപ്പിക്കുന്നത് ഒരേ കാര്യം തന്നെയാണ്. അപ്പോൾ ഏറ്റവും കുറഞ്ഞ ഫീസിൽ പഠിക്കാൻ പറ്റുമെങ്കിൽ അത് നല്ലത്. അപ്പോൾ ഉപയോഗപ്പെടുത്തുക. ഫസ്റ്റ് കമൻറ്റിൽ നമ്പർ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റോക്കുകളുടെ വാർത്തകളിലേക്ക് പോകാം. ബൈസൽ റെക്കമെൻഡേഷൻ ഒന്നുമല്ല, പരമാവധി വാർത്തകൾ നിങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നതാണ് നമ്മുടെ ചാനൽ ചെയ്യുന്നത്. അംബുജ സിമൻറ്റ് കമ്പനി. ഇതിന് സ്റ്റോക്കുകളുടെ കുറച്ച് സ്പെസിഫിക് ആയിട്ടുള്ള ആക്ഷനിലേക്കൊക്കെ വരാണെങ്കിൽ ഇന്ന് പ്രധാനമായിട്ടും കണ്ടത് നമ്മൾ ടെലകോം മേഖലയിലുള്ള ഐഡിയ ആണ്. 84,000 കോടി രൂപയുടെ റിലീഫ് കിട്ടുമെന്നുള്ള കാരണം കൊണ്ട് ഐഡിയ പോസിറ്റീവായി റിയാക്ട് ചെയ്തു. NSEയുടെ എല്ലാം തന്നെ എക്സ്പയറി ചൊവ്വാഴ്ചയിലേക്ക് മാറുന്നത് ഓഗസ്റ്റ് 28 മുതൽ ഇത് ആപ്ലിക്കബിൾ ആവും. HDFC ബാങ്കിൻ്റെ എല്ലാം തന്നെ Q1 റിസൾട്ട് ഫലങ്ങൾ ജൂലൈ 19 തുടങ്ങും. ഇനി സ്റ്റോക്കുകളുടെ വാർത്തകളിലേക്ക് പോകാം. അംബുജ സിമൻറ്റ് കമ്പനി ഇവർ പുതിയ കപ്പാസിറ്റി എക്സ്പാൻഷൻ വെസ്റ്റ് ബംഗാളിൽ കമ്പനി പ്രഖ്യാപിച്ചു എന്നുള്ള ന്യൂസ്. കപ്പാസിറ്റി ഇൻഫ്രാ കമ്പനി 621 കോടി രൂപയുടെ ഇവർക്ക് ഒരു പുതിയ ഓർഡർ കിട്ടിയിട്ടുണ്ട്. മുംബൈയിൽ നിന്നാണ് ഓർഡർ ലഭിച്ചിട്ടുള്ളത്. ബൊണ്ടാൻഡ എഞ്ചിനീയറിംഗ് കമ്പനി ഇവർക്കും ഒരു ഓർഡർ ലഭിച്ചിട്ടുണ്ട്. സ്റ്റോറേജ് സിസ്റ്റം ബിൽഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു ഓർഡർ 836 കോടി രൂപയുടെ ഓർഡറാണ്. ഗ്ലാൻ ഫാർമ കമ്പനി US ഡ്രഗ് കൺട്രോൾ അതോറിറ്റി ഇൻസ്പെക്ഷൻ നടത്തി വിശാഖപട്ടണം പ്ലാന്റിൽ EIR റിപ്പോർട്ട് കൊടുത്തു എന്നുള്ള ഒരു ന്യൂസ്. അശോക് ലെയ്ലാൻഡ് കമ്പനി ഇവർ 50ഓളം പുതിയ ഔട്ട്ലെറ്റ് നോർത്ത് ഇന്ത്യയിൽ ഇവർ തുടങ്ങുകയാണ്. ഇവരുടെ കൊമേഴ്ഷ്യൽ വെഹിക്കിൾ ബിസിനസ് കുറച്ചും കൂടി എക്സ്പാൻഡ് ചെയ്യാനായിട്ട് പറ്റുമെന്ന് കമ്പനി അറിയിച്ചു. പേജ് ഇൻഡസ്ട്രീസ് കമ്പനി ഗോൾഡ്മാൻ സാക്ക് എന്ന് പറയുന്ന ജോക്കിയുടെ പ്രൊമോട്ടേഴ്സ് ആയിട്ടുള്ള പേജ് ഇൻഡസ്ട്രീസിനെ അപ്ഗ്രേഡ് ചെയ്തു എന്നുള്ള ന്യൂസ്.
ടാറ്റ മോട്ടേഴ്സ് EV ഹാരിയർ 21 ലക്ഷം രൂപക്ക് ബുക്കിംഗ് ജൂലൈ 2 മുതൽ ആരംഭിക്കും. HCL ടെക് കമ്പനി IT കമ്പനിയാണ്. ഇവർ AMD ആയിട്ട് ടൈപ്പ് ചെയ്തു. സർവോടെക് റിന്യൂവബിൾ കമ്പനി 60 കോടി രൂപയുടെ ഓർഡർ ലഭിച്ചതായിട്ടുള്ള ന്യൂസ്. സ്കൈ ഗോൾഡ് ആൻഡ് ഡയമണ്ട് കമ്പനി ദുബായിൽ ബിസിനസ് എക്സ്പാൻഡ് ചെയ്യുന്നു. NDTVയുടെ പുതിയ ലൈവ് ഈവൻറ്റ് ചാനൽ വരുന്നു, NDTV ലൈവ്. ഇൻഫി ഇവർ സോട്ടിസ് എന്ന് പറഞ്ഞൊരു കമ്പനിയായിട്ട് ടൈപ്പായി. HAL ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക് ലിമിറ്റഡ് കമ്പനി 6 തേജസ് ഫൈറ്ററിൻ്റെ ഓർഡർ ഡിഫൻസ് മിനിസ്ട്രിയിൽ നിന്ന് ലഭിച്ചു. ഡെലിവറി കമ്പനി ലോജിസ്റ്റിക് കമ്പനിയാണ്, ലോജിസ്റ്റിക് ബിസിനസ് എക്സ്പാൻഡ് ചെയ്യുന്നു എന്നുള്ള ന്യൂസ്. ഓൾ കാർഗോ ലോജിസ്റ്റിക് കമ്പനി ഇവരുടെ കാർഗോ വോളിയം ഇയർ ഓൺ ഇയർ അടിസ്ഥാനത്തിൽ 7% ഉയർന്നു. അദാനി എൻ്റർപ്രൈസസ് കമ്പനി $1 ബില്യൺ ഇന്റർനാഷണൽ ഇൻവെസ്റ്റേഴ്സിന്റെ ഭാഗത്തു നിന്ന് കമ്പനി സമാഹരിച്ചു. ACC അംബുജ സിമെന്റ് 100 മില്യൺ ടൺ 1 ഇയർ സിമെന്റ് പ്രൊഡക്ഷൻ കപ്പാസിറ്റി കമ്പനി അച്ചീവ് ചെയ്തു. രാംകോ സിസ്റ്റം കമ്പനി പപ്പ ഗുനിയയിലുള്ള എയർലൈൻസ് കമ്പനിയായിട്ട് പുതിയ ജോയിന്റ് വെഞ്ചർ കരാറിൽ ഏർപ്പെട്ടു. വർദ്ധമാൻ ടെക്സ്റ്റൈൽസ് കമ്പനി ഇവർ റിന്യൂവബിൾ ഗ്രീൻ എനർജി ബിസിനസ് എക്സ്പാൻഡ് ചെയ്യുകയാണെന്നുള്ളതാണ് ന്യൂസ്. ചാനൽ എല്ലാ ട്രേഡിംഗ് സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. എല്ലാവർക്കും ശുഭരാത്രി. താങ്ക് യു ഓൾ. ബൈ.